നിങ്ങൾക്കൊരു കാര്യം കാണിച്ചാൽ രാവിലെ അമ്മയും മോനും എവിടെ പോവാ? ഞങ്ങളെ ഇന്ന് 1-ാം തീയതി അല്ലേ, അപ്പൊ അത് കാരണം ഞാൻ അമ്മേനെ സുന്ദരിയാക്കാന്ന്. സുന്ദരിയാക്കിയോ? കണ്ട നമ്മുടെ കൂട്ടുകാരെ കാണിച്ചു കണ്ട അമ്മ സുന്ദരിയായിട്ടുണ്ട്. റോസാപ്പൂ ഒക്കെ ചൂടി കണ്ട. അല്ല എവിടെ പോവാ? ഹായ് മക്കളെ, ഞാൻ അടുക്കള. അപ്പൊ അമ്മ രാവിലെ എണീറ്റ് വിളക്കൊക്കെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് അപ്പൊ ഞാനും ശരണ്യം കൂടി അമ്പലത്തിൽ പോകാൻ. അപ്പോഴാണ് ശരണ്യ വീഡിയോയുമായിട്ട് വന്നത്. ശരണ്യനെ സുന്ദരിയാക്കിയിട്ടുണ്ട്, കാണിച്ചു തരാവേ അല്ലേ? അതെ, എല്ലാരും കൂടെ അമ്പലത്തിൽ പോയാൽ ശരിയാകല്ലോ. അമ്മേനെ അച്ഛനെ വിളിച്ചതാണ്. അമ്മ എങ്ങും വരത്തില്ല, മടിയാണ്. അമ്മ എങ്ങനെയാണ് രാവിലെ ഇവിടെ കുളിച്ച് പ്രാർത്ഥിക്കും. അതാണ് എന്റെ പ്രാർത്ഥന ദിവസം. അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് പള്ളിക്കുന്ന ക്ഷേത്രത്തിൽ പോണം. പിന്നെ നമ്മുടെ കണിച്ചുളങ്ങര പോകും അല്ലേ? അതെ, കണിച്ചുളങ്ങര. അപ്പൊ നമുക്ക് ശരണ്യനെ കാണിക്കണ്ടേ? ശരണ്യനെ കാണിച്ചു കൊടുക്കാം. അതെ കണ്ട, ശരണ്യ നല്ല അടിപൊളിയായിട്ട് പട്ടുപാവാടയൊക്കെ കൊടുത്ത് നിൽക്കണല്ലേ? കണ്ട ഒന്ന് കാണിച്ചെടുത്ത് ഒന്ന് തിരിഞ്ഞ് കണ്ട. അപ്പം അങ്ങനെ അമ്മക്കും മകൾക്കും ഇന്ന് പൂ വെച്ച് കൊടുത്തത് ഞാനാണ്. അതെ, അപ്പൊ കൂട്ടുകാരെ ഞങ്ങളപ്പോ അമ്പലത്തിൽ പോണ വീഡിയോയൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ അച്ഛൻ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പൊ തിരിച്ചു വരുമ്പോ നമുക്ക് അച്ഛനെയൊക്കെ കാണാം. അതെ, ഇന്നിപ്പോ രാവിലെ ആയതേ ഉള്ളൂ. 7 മണി ആകാൻ പോണത്. അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ 1-ാം തീയതി ആശംസ. കൂട്ടുകാരെ, അങ്ങനെ പതിവ് പോലെ ഞങ്ങളിത് പള്ളിക്കുന്ന് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ തന്നെ ആദ്യം എത്തി. അപ്പോൾ ഇവിടെ നിന്ന് വേണം ഇനി കണിച്ചുകുളങ്ങരയിലോട്ടൊക്കെ പോകാൻ. അപ്പോൾ അത് ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബറെയൊക്കെ കണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ തിരിച്ച് കണിച്ചുകുളങ്ങരയിലേക്ക് പോകാൻ പോവുകയാണ്. പതിവ് പോലെ ഞങ്ങൾ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെത്തി. അവിടെയും നല്ല തിരക്കായിരുന്നു. അവിടെ രാവിലത്തെ പൂജകളൊക്കെ നടക്കുകയായിരുന്നു. അങ്ങനെ അപ്പം ഞങ്ങളും ആ ക്യൂവിലൊക്കെ നിന്നു. നമ്മുടെ കണിച്ചുകുളങ്ങര ക്ഷേത്രം എന്നും ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അങ്ങനെ പൂജ തുടങ്ങി. അങ്ങനെ പൂജയൊക്കെ തൊഴുതി നമ്മുടെ ശരണ്യ അങ്ങനെ വലം വെച്ച് തൊഴുതൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടത് അവിടെ വെച്ച്. അവരോട് അങ്ങനെ വർത്താനം പറഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് തിരിച്ചു. കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴേ അതെ ശരണ്യ അമ്മയ്ക്ക് പ്രസാദം തെളിയിച്ച്. നമ്മുടെ സാമ്പാറിൻ്റെതാണ്, കുക്കറിന്റെ ഒച്ച കേൾക്കണം. അതെ, കൈനീട്ടം പോലെ. ഇവിടങ്ങളിലൊക്കെ എല്ലാ അമ്പലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങോട്ട് ഒരു കൊയിൻ തരും. ചിലയിടത്തുണ്ടാകും. നമ്മുടെ അച്ഛൻ എണീറ്റില്ലേ അമ്മേ? അപ്പൊ കൂട്ടുകാരെ, ഇനി നമുക്ക് കാപ്പിയുടെ എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചത്. 2 ക്ഷേത്രങ്ങളിലൊക്കെ ഇന്ന് പോകാൻ സാധിച്ചതിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ തമാശ പറയല്ല, നേരം നിന്നപ്പോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകണമെന്ന്. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്നറിയാവാ. ക്ഷേത്രത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെ പോയാലും നമുക്ക് സന്തോഷവും സമാധാനവും തന്നെ ഒന്ന്. നമുക്ക് ക്ഷീണമൊന്നും വരരുത്. അല്ലാതെ നമുക്ക് ഒത്തിരി ധനം തന്നെ ഒന്ന്, നമുക്കൊരു വണ്ടി മേടിച്ച് തന്നെ ഒന്ന്, വീട് മേടിച്ച് തന്നെ അങ്ങനെയൊന്നുമല്ല പ്രാർത്ഥന. നമുക്ക് എണീറ്റ് നടക്കാനുള്ള ഒരു ആവത് തന്നെ സമാധാനം ഉണ്ടാകണം, അത്ര വരുന്നത്. അപ്പം എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. അതുപോലെ നമ്മുടെ കുറേ സബ്സ്ക്രൈബർകാരെ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതെ, അപ്പം ഇനി ഞങ്ങൾ ഇന്ന് എന്താണ് നമുക്ക് ഇന്ന് ചിങ്ങൊന്നായിട്ട് ചിങ്ങൊന്നായിട്ട് നമുക്ക് എന്താണ് ഇന്ന് കൂട്ടുകാർക്ക് അതുപോലെ എനിക്കും തരാൻ പോണത്? ദോശ. അത് പറ്റിയല്ല, ദോശ സാമ്പാറും പറ്റിയല്ല.
ഒരു പണി ചെയ്യാം, പായസം വെച്ച് തരാമോ? രാവിലെയോ? രാവിലെ വേണ്ട, കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇന്നൊരു ഒന്നായിട്ടൊരു പായസം വേണം. പാൽ പായസ അല്ലെങ്കിൽ സേമിയ പായസ, എന്ത് വേണമെന്ന് ശരണ്യ തീരുമാനിച്ചു. അമ്മേനെ കൊണ്ട് പാവപ്പെട്ടത് ഇപ്പൊ ഇഡലി സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ, അതാരാണ്. അപ്പൊ കൂട്ടുകാരെ, ഏതായാലും നമുക്കൊരു സേമിയ പായസം തന്നെ ആകാം അല്ലേ? ചെറുപയർ പായസം നമ്മൾ ഒരു പ്രാവശ്യം വീഡിയോ കാണിച്ചതായിരുന്നു അല്ലേ? എന്നാ ചെറുപയർ പായസം ആക്കാം അല്ലേ? ഏതെങ്കിലും ശരണ്യക്ക് വിട്ടുകൊടുത്തു, ശരണ്യക്ക് വിട്ടുകൊടുത്തു എന്തെങ്കിലും. അപ്പൊ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ അല്ല ഇന്ന് 1-ാം തീയതി ആയിട്ടുള്ളൊരു വിശേഷം. അപ്പൊ നമുക്ക് പായസത്തിലേക്ക് പോകാം. ശരണ്യ അല്ലേ, വന്നവടി അടുക്കള കയറിയാ? ആഹാ, ശരണ്യക്ക് ഇന്ന് പുത്തനുടുപ്പ് തന്നെ ഇടണ്ടേ? നമ്മുടെ മാലിയിൽ നിന്ന് തന്ന ചേച്ചി തന്ന ഉടുപ്പുണ്ടല്ലോ, അത് നമ്മൾ ഷേപ്പ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കൂട്ടുകാരെ, ഇവിടെ ചെയ്യുന്നില്ല, ഇവിടുത്തെ മെഷീൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അല്ലേ? അപ്പം ശരണ്യക്ക് ഇപ്പം സ്ഥിരമായിട്ട് തയ്ച്ചു തരുന്ന ഒരു ചേച്ചിയുണ്ട് അല്ലേ? അപ്പം ഇതന്നെ കടുക് പൊട്ടിക്കണം. ഇതന്നെ കടുക് പൊട്ടിക്കണം. മുളക് ചമ്മന്തി അല്ലേ? ദോശമാവ് പൊങ്ങിപ്പോയെന്ന് കണ്ടാ കൂട്ടുകാര്, ദോശമാവാണ്. പക്ഷെ പാത്രത്തെ വരെ പിടിച്ചിരിക്കുകയാണ്. ഇതാണ് ആ ദോശമാവിന്റെ കൂട്ടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ നമ്മുടെ കൂട്ടുകാരോട്. അതെ അതെ അതെ, അപ്പൊ പൊങ്ങിപ്പോയി ശരിക്കും. അപ്പൊ അങ്ങനെ ഇന്ന് പട്ടുപാവാടയൊക്കെ ഇട്ടാണ് അടുക്കളയിൽ നിൽക്കുന്നത്. അപ്പൊ ആ ചേച്ചി കൊണ്ടുവന്നിട്ട് വേണം പുത്തനിടാൻ. അതെ അതെ അതെ. എന്നാ ശരണ്യതേ എന്നാ ആക്കിയെന്നാണ് നമ്മുടെ മുളക് ചമ്മന്തി. അല്ല, വെള്ള തേങ്ങ ചമ്മന്തി, അത് വെള്ള കളറില്ല. നമ്മള് തന്നെ പിന്നെ വന്നപ്പോഴേ നേരെ ഓടി വന്ന് അങ്ങോട്ട് കയറി അടുക്കളയില്. അല്ല, ഈ അമ്പലത്തിൽ പോയപ്പോ ഇവിടത്തെ ചിന്തയായിരുന്നു, അടുക്കള എന്ത് ചെയ്യും എന്നുള്ള ചിന്തയായിരുന്നു. അതെ, അത് നേരാ. അല്ല, ഇന്ന് നല്ല എന്ത് സുന്ദരിക്കുട്ടിയായിട്ടാണ് നിൽക്കുന്നത്. തന്നതാ പറയണ കേട്ടാ അമ്മ. ആ കണ്ടാ കൂട്ടുകാരെ, അടിപൊളി തേങ്ങാ ചമ്മന്തിയായി. തേങ്ങാ ചമ്മന്തി അരക്കണ എന്തിനാന്ന് ചോദിച്ചെന്നാ എനിക്ക് വേണ്ടിയാ. സാമ്പാറിന്റെ കൂടെ തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ മുളക് ചമ്മന്തി ഉണ്ട്. അപ്പം എന്നിട്ട് വേണം ഇതൊക്കെ കഴിച്ചിട്ട് വേണം പായസത്തിലോട്ട് പോകാൻ. അത് മുമ്പ് ഞങ്ങളൊന്ന് സെയില് പോകണം. 2 കട അത്യാവശ്യം കൊണ്ടുപോയി സാധനമൊക്കെ കൊടുത്തിട്ടൊക്കെ. ഇന്ന് 1-ാം തീയതി അല്ലേ? അപ്പം ഇന്ന് 1-ാം തീയതി ആയിട്ട് ഞങ്ങൾ സെയില് കൂടി നടത്തണ്ടേ. കൂട്ടുകാരെ, അച്ഛനാണെങ്കിൽ കണ്ടാതെ 1-ാം തീയതി ആയിട്ട് രാവിലെ തന്നെ വണ്ടി തേച്ച് കഴുകിക്കൊണ്ടിരിക്കുക. നമ്മുടെ കൂട്ടുകാർക്കൊരു ഹായ് കൊടുത്തേ. വണ്ടി കഴുകണ അതിൻ്റെ തിരക്കിലാണ്. അതെ. ശരണ്യ, ആ ചേച്ചി തയ്ച്ചത് കൊണ്ടുവന്ന് തന്ന്. എന്നാ നോക്ക്, എങ്ങനെയുണ്ടെന്ന് നോക്ക്. അതിട്ടാ മതി ഇന്ന്. അമ്മ ഒന്ന് ഇട്ട് നോക്കിക്കേ, ഒന്ന് വെച്ച് നോക്കിക്കാമേ. 1-ാം തീയതി ആയിട്ട് പുത്തനൊക്കെ ഇട്ട് ആണല്ലേ, നല്ലതാണല്ലേ? ആ, അപ്പം ഇതൊക്കെ ഇനിയിപ്പോൾ 2 ഉണ്ട്.
2 അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഊരി വെച്ച് ഇതൊക്കെ ഇട്ടുണ്ടൊക്കെ വാ. മസാല ദോശ ചൂടുണ്ടായോ? ദോശ ചുടിയാണ്, മസാല നെയ് റോസ്റ്റ്. നെയ് റോസ്റ്റ് ഇട്ടോണ്ടിരിക്കുകയാണ്. ഓഹോ, ആ 2. നെയ് റോസ്റ്റ് ചുട്ട് ചട്ടലൊക്കെ വെച്ചേക്കട്ടെ. അപ്പം ഇന്ന് സാമ്പാറും ഇതുവാണല്ലേ. സാമ്പാർ കണ്ടോ? കണ്ട കൂട്ടുകാരെ, നല്ല അടിപൊളി സാമ്പാർ വെച്ചിട്ടുണ്ട്. പിന്നെ ശരണ്യ നെയ് റോസ്റ്റ് എന്നൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട് ഇതിന് അല്ലേ. നമ്മുടെ ദോശക്കറി ഇച്ചിരി ചെറുതായതുകൊണ്ട് അതിന്റെ ഒരു ഇതുണ്ട്. അതല്ല ഞാൻ ചോദിക്കണം, സത്യം പറയണേ, നെയ്യ് തേച്ചാ? ആ എന്നാ നെയ് റോസ്റ്റ് തന്നെ. ഞാനോർത്ത് എന്നെ പറ്റിച്ചതാണ്. എത്ര വേണമെങ്കിലും ചുട്ടുപോയി. ആഹാ, നിങ്ങൾക്ക് മസാല ദോശയാണ്. കണ്ട കൂട്ടുകാരെ, മസാല ദോശക്കുള്ള മസാലയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതെ കണ്ട ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോൾ ദോശയൊക്കെ ചുട്ട് തീർന്നിട്ട് എന്നിട്ടൊക്കെ നമുക്ക് കാണിക്കാം അല്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുള്ളതാണ്. അച്ഛനാണെങ്കിൽ അവിടെ വണ്ടി കഴുകുക. അപ്പം ഞാനും വീഡിയോ മാറ്റി വെച്ചേക്കും പോയൊന്ന് അച്ഛനെ സഹായിച്ചിട്ടൊക്കെ വരാം, എന്നിട്ടൊക്കെ കാണിക്കാം. തിരിഞ്ഞ് ആഹാ, അടിപൊളി ഉടുപ്പാണ്, സൂപ്പർ ഉടുപ്പാണല്ലേ. അപ്പം നമുക്ക് ഇനി ദോശ കഴിച്ചേക്കാം. അതെന്താണ് ഞായിക്കൊരു അപ്പം ബാ. അങ്ങനെ ഞങ്ങളൊരു കട അത്യാവശ്യമായിട്ട് സാധനമൊക്കെ വെക്കണമായിരുന്നു. അപ്പോൾ കണ്ട കടയിലെ തട്ടെല്ലാം കാലിയായിട്ട് ഇടക്കിയാണ്. അപ്പോൾ നമ്മൾ തന്നെ ഇതിൽ അടുക്കി വെക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് അടുക്കാൻ തുടങ്ങി. അച്ഛൻ അത് എടുത്തുകൊണ്ട് വന്ന് തരികയും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ അടുക്കി വെക്കണം. നമുക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട കടകളൊക്കെയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ കണ്ട അടിപൊളിയായിട്ടാണ് അത് അടുക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇന്ന് ഒത്തിരി കടയൊന്നും കയറുന്നില്ല. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. ശരണ്യ, ആഹാ, പായസം വെക്കാൻ തുടങ്ങിയ എന്തിയേ? ആഹാ, പാലൊക്കെ ഒഴിച്ചാ? ഇനി ഇത് പാലിൽ കിടന്ന് വേഗണം. ആഹാ, പിന്നെ നമ്മള് പായസം വെക്കണ വീഡിയോ ആയിക്കോ ഒത്തിരി. അപ്പൊ ഈ ഇത് വറുത്തായിരുന്ന നെയ്യില് വറുത്ത്. ആ, അതാണ് ആ സ്മെല്ലൊക്കെ അടിക്കണുണ്ട്. എങ്ങനെ? അപ്പൊ ഇന്ന് ശരണ്യയുടെ വക പായസാണല്ലേ. ആ, മാറ്റി പിടിച്ച്. അപ്പൊ പായസം വെച്ചിട്ടൊക്കെ കാണിക്കാം. കാരണം അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി വലുതായി പോകുമല്ലേ. കാരണം അത് തന്നെയല്ലേ പായസം. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസ് കിട്ടാണ്. ഇതിൽ പാലിലൊക്കെ കിടന്ന് അങ്ങോട്ട് വേഗട്ടെ. പാലിൽ തന്നെയല്ല, പാലും വെള്ളത്തിലും. എവിടം വരെ? പായസമൊക്കെ സെറ്റായി. ഞാൻ വന്നിട്ട് എന്നെ കൊണ്ട് തൊടിയിച്ചില്ല. ആണല്ലേ? ഞാൻ തന്നെ വെച്ചോളാന്ന് പറഞ്ഞ് വെക്കാണ്. ആ, പിന്നെ എന്നാലും ഞാനിവിടെ നിപ്പുണ്ടായിരുന്നു. ഇവിടെ പാലൊക്കെ അല്ലേ തിളച്ച് വീണാലാന്നോർത്ത് ഞാനിവിടെ നിൽക്കായിരുന്നു. പക്ഷെ അമ്മേനെ കൊണ്ട് തൊടിയിച്ചില്ല. ഞാൻ നോക്കി നിൽക്കായിരുന്നു. കണ്ടാ കിട്ടുകാരെ അടിപൊളി പായസമായിട്ടുണ്ട്. അപ്പൊ എല്ലാരും പോലെ നമുക്ക് ഒന്നിച്ച് പായസം കുടിച്ചിട്ട് ഒന്ന് ഇളക്കിക്കേ. ആ, ആഹാ, അടിപൊളി അല്ലേ. സൂപ്പർ പായസാണ്. ഒന്ന് ഇളക്കിക്കേ. നെയ്യൊക്കെ ഇളക്കി ചേർത്ത്. ആ, ഇളക്കി നെയ്യൊക്കെ അങ്ങോട്ട് ചേർത്ത് അടിപൊളി പായസായി. അപ്പൊ ഇന്ന് 1-ാം തീയതി അടിച്ചു പൊളിച്ച്. ഇന്ന് ശരണ്യയുടെ ദിവസമായിരുന്നു. ഇന്ന് പായസം അതെ, അമ്പലത്തിൽ പോയി അല്ലേ. അതെ. അപ്പൊ ഏതായാലും അച്ഛനെ കൂടി ഒന്ന് വിളിക്കട്ടെ. അപ്പൊ ശരണ്യ എന്താ? അപ്പൊ ഇനി ഇത് തണുക്കണമല്ലോ. അപ്പത്തിന് പിള്ളേരും വരും. അപ്പൊ നമുക്കെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് ആ, ദേ നമ്മുടെ അച്ഛൻ വന്നാ എന്താണ് പിള്ളേരുടെ കാര്യമൊക്കെ പറഞ്ഞു? കണ്ടാ? ഇന്നത്തെ 1-ാം തീയതി സ്പെഷ്യൽ പായസം. 1-ാം തീയതി നമുക്ക് പായസം കുടിച്ച്. ആഹാ, അപ്പൊ ചൂടയുടെ അച്ഛൻ ടേസ്റ്റ് ചെയ്യണ്ട, നാക്ക് പൊള്ളിക്കാനാ എന്റെ ജീവനെ. ഞാനിവിടെ കിടന്ന് ഓട്ടം പിടിക്കാനല്ലേ ഇരിക്കുന്നത് പറഞ്ഞപ്പോ. അല്ല, ഇന്ന് 1-ാം തീയതി ആയിട്ട് കോളടിച്ചത് ശരണ്യ. പുതിയ ഉടുപ്പ്, പായസം,
എൻ്റെ കയ്യിൽ നിന്ന് ചാച്ചി മേടിച്ചിട്ട് കൈനീട്ടവും മേടിച്ചു. അയ്യോ തന്നെയാണ് ആ കണ്ട അന്നപ്പോ കാശല്ലേ കൊടുത്തത്. ആ എനിക്കും തന്നു അമ്മയ്ക്കും കൊടുത്ത് എനിക്കും തന്നു കൈനീട്ടം എനിക്ക് തന്നില്ലല്ലോ. അതെനിക്ക് അച്ഛനോട് ചോദിച്ചു വാങ്ങിക്കോ. പിന്നെ അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ ഇന്നത്തെ സന്തോഷമായ ഇന്നത്തെ ആ ഒരു ദിവസം അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുപോലെ എല്ലാവരും പായസമൊക്കെ വെച്ചെന്ന് കരുതുന്നു. 1-ാം തീയതി ആണെങ്കിലും 2-ാം ദിവസം ചിത്തിര അത്താണ്. ആ അത് ശരി, അങ്ങനെ എവിടെയുണ്ട്. അത് ശരി. എത്തണം നാളിൻ്റെ വ്യത്യാസം വന്നതാണ്. എന്നാലും നമ്മുടെ ചിങ്ങം ഒന്നാണല്ല. അതെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ളപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ.